എന്റെ കയ്യിൽ നിന്ന് വീണ് പോയ സാധനങ്ങൾക്കെല്ലാം 5 പൗണ്ടിന്റെ താഴെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം. അത് ഗൈസ്, ഞാൻ ഷീനിൽ നിന്ന് കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചു. ഇവിടെ കടകളിലൊക്കെ നല്ല റേറ്റ് ആണ്. പിന്നെ എല്ലാവരും എനിക്ക് ലാസ്റ്റ് ഇയർ ഗിഫ്റ്റ് തന്നു. ഞാൻ ചമ്മി പോയി. ഞാൻ എല്ലാവർക്കും ചോക്ലേറ്റ് കാർഡൊക്കെയാണ് കൊടുത്തത്. അതെന്റെ ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു നമ്മുടെ UK വന്നിട്ട്. ഇപ്രാവശ്യം ഞാനപ്പോൾ എല്ലാവർക്കും എനിക്ക് എന്റെ ടീമിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ച് ഞാൻ ഒരു 5 പൗണ്ടിന്റെ ഗിഫ്റ്റ് പിന്നെ കാർഡ് മറ്റു കാര്യങ്ങൾക്ക് സാധനങ്ങളൊക്കെ കൂടെ ആകുമ്പോൾ ഒരു നല്ല ക്യൂട്ടായിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് വേറെ ആരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനും കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ ഒരു സീരീസാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഗിഫ്റ്റാണ് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം എന്ന് നോക്കിയപ്പോൾ വലിയ വീഡിയോ ആയിട്ട് പോകുന്നു. 2.5 വെച്ച് കാണിക്കാൻ നോക്കിയപ്പോൾ തന്നെ 10 മിനിറ്റ് ആകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ഗിഫ്റ്റ് ഓരോ ദിവസം കാണിക്കാമെന്ന്. ഇന്നലെ ഞാൻ എല്ലാ വീഡിയോസ് എടുത്ത് വെക്കുമെങ്കിലും ഞാൻ ഓരോ ദിവസങ്ങളായിട്ടായിരിക്കും അത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റുകളിലെ ഏറ്റവും വലുത്. എനിക്ക് ഇതിന്റെ ഉള്ളിലെ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു ബോക്സ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരിക്കലും ഇത്രയ്ക്കും വലിപ്പം ഇതിനുണ്ടാവും വിചാരിച്ചില്ല. നമ്മൾ ഈ തെങ്ങൂന്ന് ഷീനൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പിക്ചറിൽ കാണുന്നതല്ല വരിക എന്നാണല്ലോ കേൾവി. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, അതിൽ കാണിച്ചത് എന്താണോ അത് തന്നെയാണ്. ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയായിരുന്നു. അത് വേറെ കാര്യം. പൈസ മുടക്കാകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കണല്ലോ. അപ്പൊ അതൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞിരുന്നു വാങ്ങിച്ചോളൂ, നല്ല അഫോർഡബിൾ ആണ്, നല്ല ക്ലാസ്സിൽ ലുക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ബോക്സ് തന്നെ നിങ്ങൾ കണ്ടോളൂ. നല്ല എന്റെ വെയിറ്റ് ഉണ്ട് ഇതിനുള്ളിൽ. എനിക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ആണെന്ന് അറിയാം. പക്ഷേ കറക്റ്റ് ആയിട്ട് എന്താണെന്ന് അറിയില്ല. നമുക്ക് തുറക്കാം. എന്ത് ചോടിപ്പിൽ ഇത് തുറന്നപ്പോ തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ നല്ല ഓറഞ്ചിന്റെ മണം. നല്ല സ്മെല്ല്. ഡ്രൈ ഓറഞ്ചിന്റെ 2 സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നേറ്റീവേഴ്സ് ഫ്രണ്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രൈ ഓറഞ്ച് അവിടെ എടുക്കാൻ തൂക്കി. പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ടൈമില് ഇതെന്താ സാധനം? ഇത് നമ്മുടെ കറക്കിടുന്ന പട്ട പോലെയൊക്കെ ഉണ്ട് കാണാൻ. പക്ഷേ അതല്ല. പക്ഷേ സ്മെല്ല് വന്നിട്ട് പിന്നെ നല്ല സ്മെല്ലുണ്ട്. എനിക്ക് ഇതിന്റെ പേരറിയില്ല. നിങ്ങൾക്ക് അറിഞ്ഞാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണം എന്താ ഇതിന്റെ പേരെന്ന്. ഇത് പക്ഷേ ഞാൻ ഇങ്ങനെ തൂക്കി കെട്ടിയിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവരൊന്ന് കെട്ടിയിട്ട് പിന്നെ ഓറഞ്ചിന്റെ ഉണ്ടിട്ടിട്ട് ഇങ്ങനെ അവർ ഡോറിലൊക്കെ ഇങ്ങനെ ക്രിസ്മസിന്റെ ടൈം ആയാലൊക്കെ എത്തുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട് സാധനം. പിന്നെ ഇത് ഡിഫ്യൂസർ ആണോ? ഡിഫ്യൂസർ ആണോ അതോ എന്താ? അതിന്റെ ഡിഫ്യൂസറിന്റെ ടോപ്പിൽ വെക്കുന്ന സാധനം എന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വലി ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസുള്ള മോഡൽ നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. ഇത് നോക്കൂ, എനിക്ക് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇതെനിക്ക് കൊടുക്കാൻ തോന്നില്ല. നല്ല എന്താ പറയാ, നല്ല രസമുണ്ട്. ഈ പെട്ടി തന്നെ നല്ല എന്റെ രൂപം മുഴുവൻ ഇപ്പൊ നല്ല ഒരു പ്ലസന്റ് ഓറഞ്ചിന്റെ ഒരു ഇത് നിറഞ്ഞു നിൽക്കുവാണ്. അതാ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്. ഇത് എന്താ എനിക്കറിയില്ല. ഇത് അവർ ഉപയോഗിക്കുന്നവർക്ക് അറിയുണ്ടാവും. ഇത് നന്നായി ഉപയോഗിക്കുന്ന ആളെ മനസ്സിൽ വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ആൾക്കറിയുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ബോട്ടിലുണ്ട്. ഇത് പിന്നെ ഞാൻ കാണിച്ചു, പട്ട പോലത്തെ സാധനം ഞാൻ കാണിച്ചു. ഇത് എന്തിലോ കുത്തി നിർത്തുന്നതാണ്. പിന്നെ ഉള്ളത് ഇത് എന്താണ്, ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതിലാണെന്ന് തോന്നുന്നു. ഇത് നല്ല മണമുണ്ട്. പറഞ്ഞ പോലെ ഇതെന്താ നോക്കാം നമുക്ക്. ഇത് നല്ലൊരു ക്രീമി സ്മെല്ലുണ്ട്. നല്ല രസമുണ്ട്. ബാത്തിങ് വെയറിംഗ് സ്കിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട്. കീപ് യുവർ ഫേസ് ഫോർ ഇത് കോട്ട്സ് ആണ് എന്തൊക്കെയോ. അത് ഇതിനുള്ളിലുള്ള സംഭവം എന്താ നല്ലത് എഴുതിക്കണേ. ഇത് നല്ല കോട്ടൺ എന്ന് എഴുതിക്കണേ. എന്തായാലും ലെസൺ ഇതിനാണോ ആസ്റ്റിക്ക് കുത്തി നിർത്തുന്നത് എനിക്കറിയില്ല. നല്ല മണമുണ്ട്. ലാസ്റ്റ് എടുത്തത് സൂപ്പ് ഒക്കെ ആണോ എന്നറിയില്ല. നോക്കട്ടെ. ഇത് തുറക്കാട്ടോ. ഇത് നമ്മുടെ ഡയറി മിൽക്ക്